അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസകളിൽ നടത്തുന്ന പൊതുപരീക്ഷയുടെ 2025 നടത്തിയ ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ചോദ്യപേപ്പറാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. പഴയ ചോദ്യപേപ്പറൊക്കെ നോക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമതായി, ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. അതിലൊന്ന്, വിവാഹത്തിന്റെ പ്രധാന സുന്നത്തുകളിൽപ്പെട്ടതാണ് 2 സാക്ഷികൾ മഹ്റം ആവാതിരിക്കുക, വലീമത്ത് നൽകുക. ഏതാണ് ഉത്തരം? വലീമത്ത് നൽകുക. രണ്ടാമത്തെ ചോദ്യം, മുസ്ഹഫ് വാങ്ങുന്നവന് പ്രത്യേകതയുള്ള ഷർത്താണ് മുക്കല്ലഫായിരിക്കൽ, മുസ്ലിം ആയിരിക്കൽ, പുരുഷനായിരിക്കൽ. അതാണ് ഉത്തരം, മുസ്ലിം ആയിരിക്കൽ. മൂന്നാമത്തത്, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നു ബദറിൽ, ഉഹദിൽ, ഖന്തഖിൽ. എന്നാണ് ഉത്തരം, ഉഹദിലാണ്. നാലാമത്തത്, അയ്യാമു തശ്രീക്കിൽ രാപ്പാർക്കണം അറഫയില്, മുസ്ദലിഫയില്, മിനയിൽ. ഉത്തരതാണ്, മിനയിലാണ്. അഞ്ചാമത്തത്, മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. മിഅ്റാജ്, അറഫ, ആശൂറ. ഉത്തരം, ആശൂറ. ആറാമത്തെ ചോദ്യം, 800 മില്ലി ലിറ്റർ ആണ് ഒരു സ്വാഅ്, ഒരു മുദ്, 4 മുദ്. ഇതാണ് ഉത്തരം, ഒരു മുദ്. രണ്ടാമത്തെ സെക്ഷൻ, ചേരുംപിടി ചേർക്കുക. അതിലൊന്ന്, ഇരട്ടി സമ്പാദിക്കുന്നവരാണ് ലെറ്റർ ഇ, സകാത്ത് നൽകുന്നവർ. രണ്ടാമത്തത്, ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണ് ലെറ്റർ എ, മരണത്തെ കൂടുതൽ ഓർക്കുന്നവൻ. മൂന്നാമത്തത്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം ലെറ്റർ ഡി, ഭാര്യ ഭർത്താക്കന്മാർ. നാലാമത്തത്, ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം ലെറ്റർ ബി, 2 സാക്ഷികൾ. അഞ്ചാമത്തത്, സകാത്തിന്റെ അവകാശികളിൽപ്പെട്ടതാണ് ലെറ്റർ സി, യാത്രക്കാർ. മൂന്നാമത്തെ സെക്ഷൻ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അതിലൊന്ന്, കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ 2.5% സകാത്ത് കൊടുക്കണം. രണ്ടാമത്തത്, ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സകാത്ത് നിർബന്ധമാകും. 3, മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. അഞ്ചാമത്തത്, ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അനുഷ്ഠിക്കണം. 6, ബാറകല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ. ഇനി നാലാമത്തെ സെക്ഷൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിലൊന്ന്, മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര തക്ബീറുകളുണ്ട്? 4. ചോദ്യം 2, സകാത്ത് നിർബന്ധമില്ലാത്തൊരു പഴം, ആപ്പിള. ചോദ്യം 3, ആരോഗ്യമുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചൊരു കാര്യം, നോമ്പ് അനുഷ്ഠിക്കുക. ചോദ്യം 4, തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏതു ഭാഗത്താവണം? ഇടതു ഭാഗത്തായിരിക്കണം. അഞ്ചാമത്തത്, മസ്ജിദ് ആയിഷ റളിയല്ലാഹു അൻഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? തൻഈം. ആറാമത്തെ ചോദ്യം, കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത ഒരു വസ്തു, സ്വർണം. അഞ്ചാമത്തെ സെക്ഷൻ, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, മയ്യത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ചോദ്യം, സകാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷ. അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം ചുട്ടുപഴുപ്പിക്കൽ. മൂന്നാമത്തെ ചോദ്യം, ഫിത്ർ സകാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടമെന്ത്? നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഫിത്ർ സകാത്ത് ശുദ്ധീകരിക്കൽ. ചോദ്യം 4, നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട് എപ്പോഴെല്ലാം? 1, നോമ്പ് തുറക്കുമ്പോഴും. 2, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും.
അഞ്ചാമത്തെ ചോദ്യം, മയ്യത്തിനെ ഖബറിൽ കിടത്തേണ്ട രൂപം. മുഖവും നെഞ്ചും ഖിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിന് മേൽ കിടത്തണം. ആറാമത്തെ ചോദ്യം, ഉംറക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? അറബിയിലാണ് എഴുതേണ്ടത്. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ചോദ്യം 7, എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം. ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യും. ആറാമത്തെ സെക്ഷൻ, കുറിപ്പ് എഴുതുക. 5 വരിയിൽ കവിയാൻ പാടില്ല. ഒന്നാമത്തത്, പലിശ വാങ്ങലും കൊടുക്കലും. അതിനെ കുറിച്ചാണ് എഴുതേണ്ടത്. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിനെ സഹായിക്കുന്നവരെയും അതിന്റെ എഴുത്തുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അള്ളാഹു കച്ചവടം ഹലാലാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തു. പലിശ കഠിനമായ തെറ്റാണ്. കടം നൽകുമ്പോൾ എന്തെങ്കിലും അധികം നൽകണമെന്ന അവസ്ഥയോടെ കടം നൽകിയാൽ അത് പലിശയാകും. ബാങ്കിൽ സ്വർണം പണയം വെക്കൽ ഹറാമാണ്, കാരണം അതിൽ പലിശ വരും. രണ്ടാമത്തെ, വിവാഹ ജീവിതം. വിവാഹം മുത്തനബിയുടെ സുന്നത്താണ്. വിവാഹത്തിലൂടെ പുതിയൊരു കുടുംബം രൂപപ്പെടുകയാണ്. നിക്കാഹിന്റെ റുക്കുനുകൾ 6 വരൻ, വധു, രക്ഷിതാവ്, 2 സാക്ഷികൾ, ഈജാബ്, കബൂല് എന്നിവയാണവ. വരനും വധുവും മുസ്ലിമാവുക, മഹ്റമാവാതിരിക്കുക, രക്ഷിതാവ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമും ഫാസിക്കുമല്ലാത്തവനായിരിക്കുക എന്നിവ നിക്കാഹിന്റെ ഷർത്തുകളാണ്. ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് നിക്കാഹ് ചെയ്യേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.